ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ ചിന്മുദ്രാങ്കിത പട്ടബന്ധാസനം യോഗീവര്യന്മാരുടെ അവധൂത പരമ്പരയിലേക്കാണ് വെളിച്ചം വീശുന്നത്. മൂലാധാരസ്ഥിതനായി ഭൂമി തൊട്ട് പാദങ്ങൾ ചേർത്തുവെച്ച് കാൽമുട്ടുകൾ ത്രികോണാകൃതിയിൽ അകറ്റിയിരിക്കുന്ന സമാധി സങ്കല്പമാണ് ശബരിമലയിലേത്. കാലുകൾ അകന്നു പോകാതിരിക്കാനാണ് ഒരു പട്ട കൊണ്ട് അയ്യപ്പസ്വാമി തൻ്റെ ശരീരത്തെ ബന്ധിച്ചത്. യോഗശക്തി കൊണ്ട് പ്രാണനെ ശരം പോലെ നിർമുക്തമാക്കി ശിരസ്സിലെ ബ്രഹ്മരന്ധ്രം ഭേദിച്ചു പ്രാണനുപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഒരാസനമാണ് പട്ടബന്ധാസനം. ദീർഘനേരം ഇരിക്കുമ്പോൾ കാലുകൾ അകന്ന് ആസനം വിലക്ഷണമാവുകയും അത് ശരീരത്തിലെ നാഡീഞരമ്പുകളെ സങ്കീർണമാക്കുകയും ചെയ്യാൻ ഇടയുള്ളതുകൊണ്ടാണ് ഒരു പട്ട കൊണ്ട് കാലുകളെ ബന്ധിക്കുന്നത്. ഹഠയോഗിക്കല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കില്ല. ആ അവസ്ഥയിൽ ഇരുന്നാവണം അയ്യപ്പസ്വാമി സമാധി അടഞ്ഞത്. സമാധി അവസ്ഥയിലുള്ള അയ്യപ്പസ്വാമിയുടെ ശിരസിൽ ജഡ മുകളിലേക്ക് ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അയ്യപ്പസ്വാമി ദീർഘകാലം ശബരിമലയിൽ യോഗവിദ്യകൾ അഭ്യസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു എന്നിതിലൂടെ അനുമാനിക്കാം. തമിഴ്നാട്ടിലെ സിദ്ധ പരമ്പരകളും സമാധി സങ്കല്പവുമാണ് യോഗസമാധി പൊരുളായ അയ്യപ്പനുമായി ബന്ധിപ്പിക്കുന്നത്. യോഗ നിയമപ്രകാരം താൻ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയനായി ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും ഒപ്പം ജീവിച്ചാൽ തൻ്റെ ശരീരവും ജീർണമാവുമെന്നും അങ്ങനെ സ്വാഭാവിക മൃത്യു സംഭവിക്കുമെന്നും ജീവൻ്റെ ഗതി നിയമങ്ങൾക്കനുസരിച്ച് തൻ്റെ ആത്മാവ് മുക്താവസ്ഥയെ പ്രാപിച്ച് ഉയർന്നു പോകുമെന്നറിയാമായിരുന്നു അയ്യപ്പസ്വാമി തൻ്റെ ഭക്തന്മാരെ എപ്പോഴും കാണുന്നതിനും അവരുടെ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടാകുന്നതിനും വേണ്ടി ചിരഞ്ജീവിയായി ശബരിമലയിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചു. ഇതിന് സ്വന്തം ജീവിതത്തിൻ്റെ കാലഗതി എത്തുന്നത് വരെ കാത്തിരിക്കാതെ പ്രാണനെ സ്വേച്ഛയാ ത്യജിക്കുക എന്നതാണ് യോഗികൾ ചെയ്യേണ്ടത്. ആ നിയമം അനുസരിച്ചാണ് അയ്യപ്പസ്വാമി തൻ്റെ പ്രാണചൈതന്യത്തെ ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ച് സ്വയം ചിന്മുദ്രാങ്കിത പട്ടബന്ധ സമാധിയിൽ ശരീരം ഉപേക്ഷിച്ചത്.